أعوذ بالله من الشيطان الرجيم قل أطيعوا الله وأطيعوا الرسول فإن تولوا فإنما عليه ما حمل وعليكم ما حملتم وإن تطيعوه تهتدوا وما على الرسول إلا البلاغ المبين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുന്നൂർ 53 ആയത്തുകളാണ് ഇതിനകം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞത്. 54-ാമത്തെ ആയത്താണ് ഇന്ന് ഞാൻ നിങ്ങളെ പാരായണം ചെയ്ത് കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ആയത്തിലൂടെ, അതായത് 53-ാമത്തെ ആയത്തിൽ മുനാഫിക്കുകളായ ആളുകളുടെ സ്വഭാവത്തെ അല്ലാഹു തുറന്ന് കാണിച്ചിരിക്കുക വളരെ കൃത്യമായി തന്നെ നമുക്ക് വിവരിച്ച് തന്നിരിക്കുകയാണ്. അവർ അല്ലാഹുവിൻ്റെ റസൂലിനോട് അവരുടെ മനസ്സുകളിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കള്ളം ധാരാളമായി പറഞ്ഞിരുന്നു. മാത്രമല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസിക്കേണ്ടതിനായി ധാരാളം അവർ ആണയിടുകയും സത്യം ചെയ്യുകയുമൊക്കെ ചെയ്യാറ് അവരുടെ പതിവായിരുന്നു എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടേതായ കാപട്യത്തിൻ്റെ ആ ഗൗരവം എടുത്ത് കാണിച്ചിട്ടുള്ള ഒരായത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. എന്നാൽ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് മുനാഫിക്കുകളോട് അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കാപട്യമൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അത് മുനാഫിക്കുകളോട് പറഞ്ഞ നിർദ്ദേശമാണെങ്കിലും എല്ലാവരും അത് സഗൗരവം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന കാര്യമാണ്. 54-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുകയാണ്, ഖുൽ, പ്രവാചകരെ പറയുക. ആരോട് പറയാനാണ് ഈ പറയുന്നത്? ജനങ്ങളോട്, മൊത്തം ജനങ്ങളോട് പറയാൻ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കൽപ്പിക്കുകയാണ്. എന്താണ് പറയേണ്ടത്? അത്തിയുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുവീൻ. സാധാരണയായി നമ്മൾ കേട്ടു പരിചയമുള്ള പദമാണ് അത്വാഅ, അനുസരിച്ചു. അതിൻ്റെ മുളാരിഅ് യുതീഉ, അതിൻ്റെ കൽപ്പനാക്രിയ ഒരാളോട് പറയുമ്പോൾ അത്തിഉ, കുറേ ആളുകളോട് പറയുമ്പോൾ അത്തിഉ, നിങ്ങൾ അനുസരിക്കുവീൻ. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുവീൻ. വഅതിഉ, നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുവീൻ. അർ റസൂല, അല്ലാഹുവിനെ മാത്രം അനുസരിച്ചാൽ പോരാ, അർ റസൂല, ആ റസൂലിനെയും അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും നിങ്ങൾ അനുസരിക്കുവീൻ. ഫഇൻ തവല്ലൗ, ഇനി നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ, അല്ലാഹുവിൻ്റെ കനത്ത ഗൗരവത്തോടുകൂടെയുള്ള വെളിപ്പെടുത്തൽ. ഫഇൻ തവല്ലൗ, ഇനി നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ, തവല്ല, അഅറദ, പിന്തിരിഞ്ഞു, പിന്മാറി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ പിന്മാറുന്ന പക്ഷം, ഫഇന്നമാ അലൈഹി, എന്നാൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്, ഫഇന്നമാ അലൈഹി, എന്നാൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ എന്താണുള്ളത്? മാ ഹുമ്മില, അദ്ദേഹം എന്താണോ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അത് മാത്രമാണ് അവിടുത്തേക്ക് ബാധകമാവുക. മാ ഹുമ്മില, ഹുമ്മില എന്ന് പറഞ്ഞാൽ വഹിപ്പിക്കപ്പെട്ടു,
ഉത്തരവാദിത്തമേൽപ്പിക്കപ്പെട്ടു, ചുമതല ഏൽപ്പിക്കപ്പെട്ടു എന്നൊക്കെയാണ് ഹുമ്മില എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. മാ ഹുമ്മില എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അർത്ഥം പറയേണ്ടത്? അദ്ദേഹം ചുമതലപ്പെടുത്തപ്പെട്ടതെന്തോ അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് വിശദീകരിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും. വഅലൈക്കും, നിങ്ങളുടെ പേരിലായിരിക്കും, നിങ്ങളുടെ പേരിലായിരിക്കും. വഅലൈക്കും, റസൂലുള്ളാഹിക്ക് മാത്രമല്ല, ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. വഅലൈക്കും, നിങ്ങളുടെ പേരിലായിരിക്കും. മാ ഹുമ്മിൽതും, മാ ഹുമ്മിൽതും, നിങ്ങൾ ചുമതലപ്പെടുത്തപ്പെട്ട കാര്യങ്ങളെന്തോ അത് നിങ്ങളുടെ പേരിൽ തന്നെ ബാധകമായതും ആയിരിക്കും. അവിടുന്ന് എന്താണോ ചുമതലപ്പെടുത്തപ്പെട്ടത് അത് അവിടുത്തേക്ക് ബാധകമായിരിക്കും. നിങ്ങളുടെ മേലെന്താണോ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അത് നിങ്ങൾക്കും ബാധകമായിരിക്കും. വഅലൈക്കും മാ ഹുമ്മിൽതും, നിങ്ങളുടെ മേൽ നിങ്ങൾ ചുമതലപ്പെടുത്തപ്പെട്ട കാര്യം നിങ്ങൾക്കും ബാധകമായിരിക്കും. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നു, വഇൻ തുതീഉഹു തഹ്തദൂ, വഇൻ തുതീഉഹു, നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുന്നതായാൽ, അവിടെയും അതാഅ യുതീഉ, ഇൻ തുതീഉഹു, നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുന്നതായാൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിങ്ങൾ അനുസരിക്കുന്നതായാൽ, തഹ്തദൂ, നിങ്ങൾ നേർമാർഗം പ്രാപിക്കും. ഇഹ്തദാ, നേർമാർഗത്തിലായി എന്നുള്ളതിനാണ് ഇഹ്തദാ. തഹ്തദൂ, നിങ്ങൾ നേർമാർഗം പ്രാപിക്കും, നിങ്ങൾ സന്മാർഗത്തിലാകും. വമാ അലർ റസൂലി, റസൂലിൻ്റെ പേരിൽ ഇല്ല. വമാ അലർ റസൂലി, റസൂലിൻ്റെ പേരിൽ ഇല്ല, എന്തല്ലാതെ റസൂലിൻ്റെ മേൽ ഇല്ല. ഇല്ലൽ ബലാഗു, പ്രബോധനം എത്തിച്ചു കൊടുക്കൽ മാത്രമല്ലാതെ മറ്റൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ വേറെ ബാധ്യതയൊന്നുമില്ല. പ്രബോധനം എത്തിച്ചു കൊടുക്കലല്ലാതെ. ഇല്ലൽ ബലാഗുൽ മുബീൻ, മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ നിലക്ക് ജനങ്ങൾക്ക് കാര്യം എത്തിച്ചു കൊടുക്കേണ്ടുന്ന, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കേണ്ടുന്ന കടമ മാത്രമേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ളൂ. ഇതാണ് സുഹൃത്തുക്കളെ ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ അള്ളാഹു പറയുന്നത്? നേരത്തെയുള്ള 53-ാമത്തെ ആയത്തിൻ്റെ കാര്യം നമ്മുടെ മനസ്സിൽ വേണം. മുനാഫിക്കുകളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊന്നും വാസ്തവത്തിൽ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാതെ ഉള്ളിൽ അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാപട്യത്തെ പുറത്തറിയാതിരിക്കാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ പല കളവുകളും ആണയിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞ് അഭിനയിച്ചപ്പോൾ നിങ്ങളുടെ ഈ സത്യങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ല, എന്താണ് നിങ്ങൾ വേണ്ടത് എന്നുള്ളതൊക്കെ അല്ലാഹു തആല അവരോട് പറഞ്ഞു എന്ന് മാത്രമല്ല, നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട് കേട്ടോ എന്ന് ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് പൊതുവായി അല്ലാഹു തആല പറയുകയാണ്, ഖുൽ, പ്രവാചകരെ പറയൂ, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുവീൻ, റസൂലിനെയും നിങ്ങൾ അനുസരിക്കുവീൻ. ഇത് ലോകത്തെ എല്ലാ ആളുകളോടുമുള്ള കൽപ്പനയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞു നിർത്താതെ വ അത്തിഉ എന്ന് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ്. രണ്ടും നിർബന്ധമായ കടമയാണ് എന്ന് അള്ളാഹുവിൻ്റെ ആ കൽപ്പന നമുക്ക് ഗൗരവത്തോടെ അറിയിച്ചു തന്നിരിക്കുകയാണ്. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുവീൻ. ഇത് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസിന് 2ാം സ്ഥാനമാണെന്ന് ആരും വിചാരിക്കരുത്. പരിശുദ്ധ ഖുർആനാണ് 1ാം പ്രമാണം, ഹദീസാണ് 2ാം പ്രമാണം എന്ന് നമ്മൾ തർത്തീബിനായി ഒരു ക്രമത്തിന് വേണ്ടി എണ്ണുന്നു എന്നുള്ളതല്ലാതെ
ഹദീസിൽ പറഞ്ഞ ഒരു കാര്യം അത്ര നിർബന്ധമല്ല എന്ന് ആരും ധരിക്കേണ്ടതില്ല. പണ്ഡിതന്മാര് പറഞ്ഞു, ഇന്നമാ വജബ ഫീ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലദീ വജബ ഫിൽ ഖുർആനി മിൻ അംരിൻ വനഹിയിൻ വഹാദാ വാദിഹുൻ. എന്താണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലൂടെ ഒരു കാര്യം നമുക്ക് നിർബന്ധമായാൽ, അഥവാ ഏതെങ്കിലും ഒരു കൽപ്പനയോ വിരോധമോ ഒരു ഹദീസിലൂടെ വ്യക്തമായി കഴിഞ്ഞാൽ അത് ഖുർആനിൽ വ്യക്തമായതുപോലെ തന്നെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതും പ്രമാണം തന്നെയാണ്. കാരണം അല്ലാഹു തആല അല്ലാഹുവിനെ അനുസരിക്കൂ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ നിരുപാധികം നിങ്ങൾ ആരെയും അനുസരിക്കണം? അല്ലാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കണം എന്നാണ് അല്ലാഹുവിൻ്റെ കൽപ്പന. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതെന്തും അല്ലാഹു തആല പറഞ്ഞു കൊടുത്തിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടും പ്രമാണമാണ് എന്ന് നമ്മൾ ഗൗരവത്തോടെ അറിയണം.